ഇവിടെ വായിച്ചു വരുന്ന ഭാഗം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്. ജീവനുള്ള കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. ജീവനുള്ള വിഷയങ്ങളെ മരിച്ച വിഷയങ്ങളുടെ ഇടയിൽ അന്വേഷിക്കരുത്. ഇവിടെ ഈ ഒരു കാര്യം നമ്മുടെ കർത്താവ് ചോദിക്കുമ്പോൾ ഞാൻ ആ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് സന്തോഷമുള്ള ഒരു ഭാഗമാണ്. സുവിശേഷങ്ങളിൽ 4 സുവിശേഷവും ഒരേ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എങ്കിലും മത്തായി സുവിശേഷത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഭാഗം എടുത്ത് ഓർപ്പിച്ചിട്ടുള്ളത്, അവിടെ ചില ഭാഗങ്ങൾ അഡീഷണൽ ആയിട്ട് എടുത്ത് ഓർപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷത്തിലും യോഹന്നാൻ സുവിശേഷത്തിലും ദൂതന്മാർ എന്നുള്ള നിലയിൽ 2 ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ മത്തായി സുവിശേഷവും മർക്കോസ് സുവിശേഷവും ദൂതൻ എന്നുള്ള പദമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് പ്രസക്തമായ ഭാഗമല്ല. എങ്കിലും ദൂതൻ അവിടെ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ദൂതനോ ദൂതന്മാരോ എന്നുള്ള നിലയിൽ നമുക്കതിനെ കണക്കിടാം. 2 ദൂതന്മാരെന്നുള്ള നിലയിൽ തന്നെ ഇരിക്കട്ടെ. അപ്രകാരം നിന്നുകൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ്, നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? ഇന്നേ ദിവസം പകൽക്കാലവും പരിശുദ്ധ ആത്മാവിന് സഭയോട് ചോദിക്കുവാനുള്ളത്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അതിനുള്ള കാരണം കൂടെ പറയും. മത്തായി സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. അതിന്റെ 28-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ അതിന്റെ ഭാഗം കുറച്ചുകൂടി വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിക്കാം. 28-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. നോക്കണേ, ഇവിടെ 2 മറിയമാർ കല്ലറയ്ക്കൽ, അതായത് സുഗന്ധവർഗങ്ങൾ കൊണ്ട് കല്ലറയ്ക്കലേക്ക് ചെല്ലുകയാണ്. ഇനി ഇവിടെ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ഭാഗങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. പെട്ടെന്ന് ഞാൻ ആദ്യമൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത്, കർത്താവ് പുറത്തു വന്നപ്പോൾ കല്ല് നീങ്ങിപ്പോയി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. യേശുക്രിസ്തു കല്ലറകളെ പൊട്ടിച്ച് പുറത്തു വന്നു എന്നുള്ള നിലയിലാണ് കരുതിയിരുന്നത്. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യത്യാസം കിടക്കുന്നു. യേശുക്രിസ്തു കല്ലടഞ്ഞിരുന്നപ്പോൾ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ശബ്ദത്തിന്റെ ഇതുകൊണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സന്തോഷം മനസ്സിലായി. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ച പീലാത്തോസ് വളരെയധികം ശ്രദ്ധയോടുകൂടെ കെയർ ചെയ്യാൻ പറഞ്ഞ, അതായത് 65-ാമത്തെ വാക്യത്തിൽ, 27-ാം അധ്യായം 65-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കാവൽക്കൂട്ടത്തെ ഞാൻ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തിക്കൊള്ളാനാ പറയുന്നത്. നിങ്ങളാൽ ആകുന്നിടത്തോളം നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊള്ളാൻ പറഞ്ഞ് അതിന് തക്കവണ്ണം കാവൽക്കൂട്ടത്തെ നൽകാമെന്ന് പറഞ്ഞ് ആ ഗവൺമെന്റിന്റെ മുദ്ര പതിപ്പിച്ച കല്ലവിടെ ഉണ്ടായിരുന്നപ്പോഴും ഇതിന്റെ നടുവിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് കല്ലിനെ അനക്കാനൊന്നും കർത്താവ് നിന്നില്ല. കർത്താവ് ആദ്യമേ പുറത്തു വന്നു. കർത്താവ് പുറത്തു വന്നിട്ടും എന്തിനായിരുന്നു ഇവിടെ കല്ലിനെ മാറ്റിയത്? അതാണ് ഇന്നേ ദിവസം പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കർത്താവ് പുറത്തു വന്നിട്ടും, കർത്താവിന് പുറത്തു വരുവാൻ കല്ലൊരു തടസ്സമല്ലാതിരുന്നിട്ടും, പക്ഷെ ഇവിടെ പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. ഇവിടെ ഒരു ദൂതൻ ഇറങ്ങി കല്ലിനെ ഉരുട്ടി മാറ്റുകയാണ്. എന്തിനു വേണ്ടി ആ കല്ലിനെ ഉരുട്ടി മാറ്റിയതെന്ന് ചോദിച്ചാൽ, അങ്ങോട്ട് കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയാണ് ഈ കല്ലിനെ ഉരുട്ടി മാറ്റിയത്. അർത്ഥത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന് പുറത്തു വരുവാൻ ഈ കല്ലോ മണ്ണോ ഒരു വിഷയമുള്ള കാര്യമേ അല്ല. കർത്താവ് ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കാണുവാൻ വേണ്ടി അടുത്തോട്ട് വരുന്ന മനുഷ്യ ജീവിതങ്ങൾക്ക് ഈ കല്ലൊരു തടസ്സമാണെന്നുള്ള നിലയിൽ അവർ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നത് പോലെ വരുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ഒരേ ഒരു ചിന്ത, നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും? നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും? അവരുടെ ആ ആഗ്രഹത്തിന് വേണ്ടി കർത്താവ് ദൂതനെ അയച്ച് ആ കല്ലിനെ അങ്ങ് മാറ്റിക്കൊടുത്തു. പലപ്പോഴും നമ്മുടെ ആഗ്രഹം ഇതുപോലെയല്ലേ? നമ്മുടെ ആഗ്രഹം എന്താന്ന് പറഞ്ഞാൽ, കർത്താവിനെ കാണണമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഈ കല്ലങ്ങോട്ട് മാറിയാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ കല്ല് മാറിയാലേ ഈ വിഷയം നടക്കത്തുള്ളൂ എന്നുള്ള നിലയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തുവിന് പറയുവാനുള്ളത്, ഈ കല്ല് അവിടെ ഇരുന്നാലും
ഞാൻ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള കർത്താവ്. അതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. ഇന്നേ ദിവസം ഒരു കാര്യം ഓർമ്മിക്കട്ടെ, കല്ലും മണ്ണൊന്നും കണ്ട് ആരും ഭാരപ്പെടെന്ന് വേണ്ട കേട്ടോ. നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കല്ലും മണ്ണൊന്നും കണ്ട് ആരും ഭാരപ്പെടണ്ട. എന്തെങ്കിലും രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കല്ലും മണ്ണിനെ കണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ടെന്നേ. ഇതൊന്നും നമുക്കൊരു തടസ്സമല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. ഈ കല്ലും മണ്ണും ഒന്നും നമുക്കൊരു തടസ്സമല്ല. ഈ ഗവൺമെന്റ് പറഞ്ഞ കല്ലാണെങ്കിലും അല്ലാത്ത കല്ലാണെങ്കിലും കല്ലവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഈ കല്ല് നമ്മുടെ വഴിക്കൊരു തടസ്സമല്ല. നമ്മുടെ വഴിക്ക് തടസ്സമായി ഒരു കല്ലും ഇന്നുവരെയും നമ്മുടെ മുൻപിൽ ഇരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഈ കല്ലൊന്നും നീക്കേണ്ട ആവശ്യമില്ലെങ്കിലും എന്റെ മുൻപിൽ ഈ കല്ല് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാ പല സമയങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത്. നമുക്ക് പലപ്പോഴും ചില കല്ലും മണ്ണും കാണുമ്പോൾ നമുക്കൊരു പേടി വരാറില്ലേ? ഈ കല്ലെങ്ങാനും നമ്മളെ കയറി അങ്ങ് തടസ്സം ചെയ്യുമോ? ഈ കല്ലെങ്ങാനും എന്റെ വഴിയെ കയറി അങ്ങ് തടസ്സം ചെയ്യുമോ? ഈ കല്ലെങ്ങാനും എന്റെ ജീവിതത്തെ കയറി തടസ്സം ചെയ്യുമോ? ഇന്നേ ദിവസം പരിശുദ്ധാത്മാവൻ പറയാനുള്ളത്, ഒരു കല്ലും ഒരു മണ്ണും നിങ്ങളുടെ ജീവിതത്തെ തടസ്സം ചെയ്യുവാൻ കഴിയത്തില്ല. എല്ലാ കല്ലിനെയും മണ്ണിനെയും ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ട് മാറ്റുന്നത് പോലെ മാറ്റത്തക്കവണ്ണമുള്ള കർത്താവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കല്ലുകളും മാറിപ്പോകും. എല്ലാ കല്ലുകളും മാറിപ്പോകും. വിശ്വസിക്കുന്ന അപ്രകാരം കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇനി ഇത് പറയുമ്പോൾ ഞാൻ എന്റെ ഒരു നിലയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടഞ്ഞു കിടക്കുന്ന കല്ലിൽ കർത്താവ് ഇവർ വന്നു, കല്ല് തുറക്കുന്നു. അകത്തോട്ട് നോക്കിയപ്പോൾ യേശുക്രിസ്തു അവിടെ ഇല്ല, ദൂതന്മാർ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു എവിടെയെന്ന് നോക്കിയപ്പോൾ യേശുക്രിസ്തു പുറത്തു നിൽക്കുന്നു, ഇവരോട് സംസാരിക്കുകയും ചെയ്തു. ഇനി ഈ പുറത്തു നിൽക്കുന്ന യേശുക്രിസ്തു ഇവിടെ കാവലിരിക്കുന്ന കാവൽക്കാരെ കാണുന്ന ഒരു രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ അതൊന്ന് ആലോചിക്കുകയായിരുന്നു. ഇവിടെ പുറത്തു നിൽക്കുന്ന യേശുക്രിസ്തു ഈ കാവൽക്കാരോട് വന്നൊന്ന് സംസാരിക്കുന്ന ഒരു രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാവൽക്കാരോട് യേശുക്രിസ്തു വന്ന് ചോദിക്കുകയാ, നിങ്ങൾ ഇവിടെ എന്തിനാ ഇരിക്കുന്നേ? അപ്പോൾ അവർ പറയുന്നു, അകത്തൊരു ബോഡി ഇരിപ്പുണ്ട്, അതിന് കാവലിരിക്കുക. അപ്പോൾ യേശുക്രിസ്തു പറയുക, ഇങ്ങനെ ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവർ പറയും, അങ്ങനെ നോക്കിയാലേ അകത്തിരിക്കുന്നത് പുറത്തു വരാതിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് പുറത്തു വരുമെന്ന ഇവരുടെ ചിന്ത. അപ്പോൾ യേശുക്രിസ്തു അങ്ങോട്ട് പറയുന്നു, പുറത്ത് വന്നെന്നാണല്ലോ കേട്ടത്. ഇത് മനസ്സിലാവാൻ വേണ്ടി അത് പറയുന്നു, പുറത്ത് വന്നെന്നാണല്ലോ അറിഞ്ഞത്. അപ്പോൾ കാവൽക്കാർ പറയും, അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല. കാര്യം അടയ്ക്കുകയും ചെയ്തു, കാവലിന് വേണ്ടി ഞങ്ങൾ നിൽക്കൊണ്ട് പുറത്തു വരാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, കുറച്ചുകൂടെ നിങ്ങൾ കാവൽ ചെയ്തു കൊള്ളണം, മാക്സിമം നോക്കിക്കൊള്ളണം. കാര്യം ഇല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത വരുന്നുണ്ടെന്നുള്ള നിലയിൽ അവരെ ഒന്നുകൂടെ പറഞ്ഞു നിർത്തിയിട്ട് കർത്താവ് പുറത്തു നിൽക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എത്ര അടച്ചു വെച്ചാലും അടച്ചു വെക്കാൻ കഴിയാത്ത കർത്താവ് പോലെ, എത്ര തന്നെ തടസ്സം ചെയ്താലും തടസ്സം ചെയ്യാൻ കഴിയാത്ത കർത്താവിന്റെ മക്കളെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആ കർത്താവിന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കൊള്ളണം. ആ യേശു ക്രിസ്തുവിനെ എത്ര അടച്ചു വെക്കാൻ നോക്കിയാലും അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു കർത്താവിന്റെ ആത്മാവ ഇന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നമ്മൾ ഇന്ന് തിരിച്ച് നമ്മൾ അതുകൊണ്ടല്ലേ പാതാളമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ ജയം എവിടത്തേക്ക് ചോദിക്കുന്നതിന്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പിശാച് വന്ന് വലിയ ആളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, പിശാചേ എന്താണ് നീ ചെയ്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അപ്പൊ പിശാച് പറയും, നിന്റെ സാമ്പത്തികത്തെ ഞാൻ കെട്ടി, നിന്റെ ശരീരത്തെ ഞാൻ കെട്ടി, നിന്റെ അങ്ങനെയുള്ള വിഷയത്തെ കെട്ടി, ഇത് കെട്ടി, എല്ലാം പറയുമ്പോഴും നമ്മൾ തിരിച്ച് അങ്ങോട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും കെട്ടിയിട്ടും ഞാനും കർത്താവും ഇപ്പോഴും യോജിച്ച് തന്നെയല്ലോ നിൽക്കുന്നേ. ഇത്രയും കെട്ടിയിട്ട് എന്റെ ജീവിതം മുന്നോട്ട് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നേ. ആത്മീക ജീവിതം ഇന്നും മുന്നോട്ട് തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഞാൻ കല്ലറയ്ക്കകത്തല്ല പുറത്താണെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ അടച്ചു വയ്ക്കുവാൻ ആരെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ. വെളിപ്പാട് മനസ്സിലാക്കിക്കൊള്ളേ. കല്ല് അടഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമേ അല്ല, നമ്മൾ ഇരിക്കുന്നത് കല്ലറയ്ക്കകത്താകാതിരുന്നാൽ മാത്രം മതി. കല്ല് അടഞ്ഞു കിടക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ലേ. എത്ര വലിയ കല്ലാണെങ്കിലും അതിൽ ആർക്കിയോളജി അവരൊക്കെ ഫൈൻഡിങ്സ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഇങ്ങനെ ഉരുട്ടി വെക്കത്തക്കവണ്ണമുള്ള കല്ലാണ് അവർ ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞാൽ കൊണ്ട് ഉരുട്ടി വെക്കാൻ എളുപ്പത്തിന്, അത്രയും ഭാരമുള്ള കല്ലായതുകൊണ്ട് ഉരുട്ടി വെക്കുന്ന നിലയിൽ അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ അത്രയും കഷ്ടപ്പെട്ട് ഉരുട്ടിക്കൊണ്ടുവന്ന് വെച്ച കല്ല് ഇത് മാറിയാലും മാറിയില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമേ അല്ല. കല്ലറയ്ക്കകത്തിരിക്കുന്ന ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് അടഞ്ഞിരുന്നാലും തുറന്നിരുന്നാലും എനിക്കൊരു വിഷയമേ അല്ല.
ദൈവം നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്നലെ വരെ ഞാൻ ഇരുന്നത് കല്ലറയ്ക്കകത്തെങ്കിൽ ഇന്നിരിക്കുന്നത് കല്ലറയുടെ പുറത്തിരിക്കുക. ഇന്നലെ വരെ എന്റെ അവസ്ഥ കല്ലറയ്ക്കകത്തായിരുന്നു. അതാ ഈ കല്ലറയുടെ വാതിലൊക്കെ ഒരു പ്രശ്നം, അതാ ഈ കല്ലൊരു പ്രശ്നം. കല്ലറയുടെ പുറത്തിരിക്കുന്നവർക്ക് കല്ലൊരു പ്രശ്നമേ അല്ല. ഇന്നേ ദിവസം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കല്ലറയുടെ പുറത്താണെങ്കിൽ കല്ലൊരു പ്രശ്നമേ അല്ല. ഇത് പറയുമ്പോൾ ഇതേ നിലയിലുള്ള ഒരു വെളിപ്പാട് പ്രാപിച്ച പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ചിന്തിക്കണമല്ലോ. ഏലിയാവിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എനിക്കത് ഇപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു ഭാഗമാണ്. 18-ാം അധ്യായം 27-ാമത്തെ വാക്യം. നോക്കണേ, ഇതിന്റെ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. 450 ബാലിന്റെ പ്രവാചകന്മാർ അപ്പുറത്ത് നിൽക്കുന്നു, ഒരേ ഒരു ആളായി ഏലിയാവ് മാത്രം ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ബാലിന്റെ പ്രവാചകന്മാരെല്ലാവരും ദേവീദേവന്മാരെ വിളിച്ചിങ്ങനെ വണങ്ങിക്കൊണ്ടിരിക്കുക, ബാലിനെ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ അത്രത്തോളം 2 കോണിയിൽ കാല് വയ്ക്കും, സത്യദൈവം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് കണ്ടീഷൻ ഇങ്ങനെ വെച്ചു, 2 കാളക്കുട്ടി എടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ബാലിനെ വിളിച്ചങ്ങ് അപേക്ഷിക്കുക. തീ കൊണ്ട് ഉത്തരമരുളുന്നത് ആരാണോ അതാണ് ദൈവം. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ തീ യാഗപീഠത്തിൽ ഇറങ്ങിയാൽ നിങ്ങൾ സേവിക്കുന്നതാണ് ദൈവം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ സേവിക്കുന്നതാണ് ദൈവം. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. ബാലിന്റെ പ്രവാചകന്മാർ എത്ര തന്നെ ശ്രമിച്ചിട്ടും തീ ഇറങ്ങുന്നില്ല. അപ്പോൾ ഏലിയാവ് മിണ്ടാതിരിക്കണ്ടേ? ഏലിയാവ് മിണ്ടാതിരിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ അളവാണ് അവിടെ ഉള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്യമാണ്. ഇനി ഉച്ചവരെ ഏലിയാവ് നോക്കി, ഉച്ചവരെ, അതായത് ഒരു ഉപവാസ പ്രാർത്ഥന, രാവിലത്തെ ഒരു സെക്ഷൻ പ്രാർത്ഥന കഴിയുന്നത് വരെ, അതുവരെ ഇങ്ങനെ നോക്കിയിരിക്കുക ഏലിയാവ്. ഏലിയാവ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലിയാവിന്റെ സ്വഭാവം മാറി. ചിലർക്ക് വിശപ്പ് വരുമ്പോൾ സ്വഭാവം മാറുന്നത് പോലെ ഏലിയാവിന്റെ സ്വഭാവം വന്ന് മാറി. ഉച്ചയായപ്പോൾ ഏലിയാവ് വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയത് ഇങ്ങനെയാണ്. ആ വാക്യം ഒന്ന് വായിക്കട്ടെ. ഇനി പരിഹസിച്ചു. നോക്കണേ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ശബ്ദം പോരാ, അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവൻ കേൾക്കാത്തത്. ശബ്ദം പോരാ, ഉറക്കെ വിളിക്കുക. നോക്കിക്കൊള്ളേ, അപ്പുറത്ത് 450 പ്രവാചകന്മാർ നിൽക്കുകയാണ്. എല്ലാവരും കൂടെ ഓരോ കൈവച്ച് കഴിഞ്ഞാൽ എന്താകുമെന്നുള്ള കാര്യം ചിന്തിക്കണം. 450 പ്രവാചകന്മാർ അപ്പുറത്ത് നിൽക്കുന്നു, ഒരേ ഒരു പ്രവാചകനായി ഏലിയാവ് ഇപ്പുറത്ത് നിൽക്കുന്നു. പക്ഷേ ആ ഏലിയാവിന്റെ ഉള്ളിൽ പകർന്ന ദൈവശക്തിയുടെ വലുപ്പമാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ചു പറയുകയാണ്, നിങ്ങൾ ഉറക്കെ വിളിക്കാൻ, നിങ്ങൾ ഉറക്കെ വിളിക്കും. ചിലപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? അവൻ ദേവനല്ലോ, അതുകൊണ്ട് ഉറക്കെ വിളിക്കാൻ. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണേ, ഇതിന്റെ അർത്ഥം അത്രത്തോളം മീനിങ് അതിനകത്തുണ്ട്. സാധാരണ നമ്മൾ പറയും, അവൻ ചെവി പൊട്ടനല്ലേ, നീ കുറച്ച് ഉറക്കെ വിളി, അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? നമ്മൾ പറയും അവൻ പൊട്ടനാണ്, ഉറക്കെ വിളിക്കാൻ പറയും. ഇവിടെ ഏലിയാവ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ? ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ. കളിയാക്കുന്നതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ വരെ കൊണ്ടെത്തിച്ചത് കണ്ടോ? ഉറക്കെ വിളിക്കാൻ, അവൻ ദേവനല്ലോ. അതിന്റെ അർത്ഥം അവന് കേൾക്കാൻ കഴിവില്ലാത്തവനാ. അതാ പറയുന്നത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവൻ അവയെ പോലെ ആകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവരും നമസ്കരിക്കുന്നവരും അവയെ പോലെ ആകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഏലിയാവ് അങ്ങോട്ട് പറയുന്നത്, അവൻ ദേവനല്ലോ, അതുകൊണ്ട് അവന് ചെവി കേൾക്കത്തില്ല, ഉറക്കെ വിളിക്കാൻ. അവർക്കൊക്കെ അകത്ത് അത്രത്തോളം ദേഷ്യം വരാൻ കാരണമുള്ള ഒരു വിഷയമാണുള്ളത്. അതുകൊണ്ട് ഉറക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് അടുത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. നോക്കണേ, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആരെയാണ് പറയുന്നതെന്ന് ആലോചിക്കണം. 450 പ്രവാചകന്മാർ വണങ്ങുന്ന, അല്ലെങ്കിൽ അത്രയും പേർ വണങ്ങുന്ന ഒരു ദേവനെ കുറിച്ചാണ് പറയുന്നത്. അവൻ വേറെ എന്തെങ്കിലും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുമെന്ന്, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ വാഷ്റൂമിൽ പോയി കാണും, വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ. അതായിരിക്കും താമസിക്കുന്നതെന്ന ഏലിയാവ് കളിയാക്കുന്നു. ഞാൻ പറയുന്ന ഭാഗമല്ല, വേദപുസ്തകത്തിനകത്ത് ഏലിയാവ് കളിയാക്കി ഇങ്ങനെ പറഞ്ഞത്, വാഷ്റൂമിൽ പോയിരിക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാത്തത് എന്നുള്ള നിലയിൽ കളിയാക്കി. അടുത്ത കാര്യം എന്ന് പറഞ്ഞാട്ടെ, അല്ലെങ്കിൽ ടൂർ പോയിരിക്കുന്നതായിരിക്കും. ഈ ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ വലിപ്പമാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ടൂർ പോയിരുന്ന
അതുകൊണ്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കേൾക്കാത്തത്, തിരിച്ചു വരുമ്പോൾ കേൾക്കുമായിരിക്കും എന്നുള്ള നിലയിൽ. അതിനടുത്ത് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കും. ഉറങ്ങുകയായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി ഉണർത്തി എഴുന്നേൽപ്പിച്ച് കാര്യം പറഞ്ഞാലേ ആള് കേൾക്കത്തുള്ളൂ. ഏലിയാവിന്റെ വിശ്വാസത്തിന്റെ അളവറ്റ വലിപ്പം ഇതുപോലുള്ള നിലയിൽ തിരിച്ചു പറഞ്ഞു നിന്നപ്പോൾ, എന്നിട്ട് ഏലിയാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവ് പറയുന്നു, 4 തൊട്ടികളിൽ വെള്ളം നിറച്ചിട്ട് കോരി അങ്ങ് ഒഴിക്കാൻ പറയുകയാണ്. 3 പ്രാവശ്യം ഒഴിപ്പിച്ചിട്ട് പറയുകയാ, ഇനി ഉണങ്ങിയതിന്മേൽ തീയിറക്കുന്നതല്ല എന്റെ ദൈവം, നനഞ്ഞതിന്മേലും തീയിറക്കുന്നതാണ് എന്റെ കർത്താവ്. നനഞ്ഞു വെള്ളം തോടുപോലെ അവിടെ ഒഴുകത്തക്കവണ്ണമുള്ള നിലയിൽ അവിടെ വെള്ളം നിറച്ചതിന് ശേഷം ആ വെള്ളം നനവിന്റെ പുറത്തു തീയിറക്കിയതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ദൈവത്തിന്റെ കഴിവെന്ന് പറയുന്നത് ഉണങ്ങിയ നിലത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നതല്ല, നനഞ്ഞ നിലത്തും പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് കർത്താവ്. അതുകൊണ്ടാണ് പറയുന്നത്, കല്ലറയ്ക്കകത്തിരിക്കുന്ന മനുഷ്യരെ പോലെ കാണപ്പെടുന്നവർ പുറത്തു വരിക, അടഞ്ഞ വാതിലുകൾ നമുക്കൊരു പ്രശ്നമേ അല്ല. അടഞ്ഞ വാതിലുകൾ നമുക്കൊരു പ്രശ്നമേ അല്ല. ഇന്നേ ദിവസം പരിശുദ്ധന്മാർ പറയാനുള്ള ആലോചന ഇതാ, അടഞ്ഞ വാതിൽ നമുക്കൊരു പ്രശ്നമേ അല്ല. ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ കൃപ പ്രാപിച്ചവരുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ നമുക്കൊരു പ്രശ്നമേ അല്ല. പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് നമ്മൾ സമാധാനിക്കുകയും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് പേടിക്കുകയും ചെയ്യുന്ന രീതിയൊക്കെ അങ്ങ് മാറ്റി എന്താണെങ്കിലും പ്രശ്നമില്ലെന്നുള്ള നിലയിൽ ചിന്തിക്കുക. അതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ജീവിതങ്ങൾക്കകത്ത്, ഞാനൊരു വാക്യം വായിപ്പിക്കുന്നില്ല, അല്ലാതെ പറഞ്ഞു പോകാം. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കുന്ന ജീവിതങ്ങൾക്കകത്ത് ഒരു നിലയിലും തടസ്സം ചെയ്ത് വയ്ക്കുവാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം കൂടെ പറയാം. പിശാചിന് അതിന്റെ സൈന്യത്തിനും യേശുക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് അവർ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു ദിവസം കാണും, യേശുക്രിസ്തു കല്ലറയ്ക്കകത്തിരുന്ന ഒരു ദിവസം എന്നുള്ള നിലയിൽ ചിന്തിച്ച് അവർ ആ കല്ലറയ്ക്കകത്താണ് യേശുക്രിസ്തു ഇരിക്കുന്നത് എന്നുള്ള നിലയിൽ ചിന്തിച്ച് ഒരല്പം ഒന്ന് സന്തോഷിച്ചതുപോലെ സന്തോഷിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ട കുറച്ച് സമയമുണ്ടായിരിക്കും. യേശുക്രിസ്തു പുറത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കാലത്തിന്റെ രീതികൾക്ക് വ്യത്യാസം വന്നു. എല്ലാ മനുഷ്യന്റെയും എല്ലാ മാനവരാശിയുടെയും രീതികൾക്ക് വ്യത്യാസം വന്നു. ജനമെല്ലാവരും ഒന്നടങ്കം യേശുക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ കർത്താവിനെയാണ് എല്ലാവരും ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നത്. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് പറയുമ്പോഴും ഹൃദയത്തിനകത്തിരുന്നുള്ള ദൈവാത്മാവ് പറയും, മരിച്ചത് മാത്രമല്ല ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എല്ലാവരും പറയും, കർത്താവേ, ഈ കാര്യം ഇങ്ങനെ ആയല്ലോ എന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവ് പിന്നെയും പറയും, അത് മാത്രമല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഞായറാഴ്ച കൂടെയുണ്ട്. വെള്ളിയാഴ്ച ദിവസം പോലെയുള്ള ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ കഷ്ടമേൽക്കാനും പരിഹാസമേൽക്കാനും നിന്ദയേൽക്കാനും ബുദ്ധിമുട്ട് സഹിക്കാനും എല്ലാത്തിനും വേണ്ടി ഒരു വെള്ളിയാഴ്ച ജീവിതത്തിൽ ഉണ്ടെന്ന് കരുതി അതാണ് അവസാനമെന്ന് കരുതരുത്. അത് കഴിഞ്ഞിട്ട് ഒരു ഞായറാഴ്ചയുണ്ട്. ഉയർപ്പിന്റെ ഒരു ഞായറാഴ്ച വെളിപ്പെട്ട് വരും. ഈ ഉയർപ്പിന്റെ ഞായറാഴ്ച വെളിപ്പെട്ട് വരുമ്പോൾ എല്ലാ മരിച്ചതുപോലെയുള്ള വിഷയങ്ങളും നിഷ്പ്രയാസം എഴുന്നേറ്റ് നിൽക്കും. ലാസറിനോട് ഒറ്റ വാക്കിൽ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ പുറത്തു വന്ന ലാസർ നമ്മുടെ ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ അപ്രകാരമുള്ള ഒരു ഒറ്റ വാക്ക് പറഞ്ഞ് കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുമോ? നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയും. പക്ഷെ എവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നും കല്ലറയ്ക്കകത്തിരിക്കുന്നു എന്നാ വിചാരിക്കുന്നേ. എന്ന് ശ്രദ്ധിക്കണേ, ഈ കൊതുകിനെയൊക്കെ അടിക്കുകയോ കൊതുകിനെ പിടിക്കുകയോ ചെയ്യുന്ന ആളുകളൊക്കെ അവർ വലിയ കാര്യത്തിൽ കൊതുകിനെ പിടിച്ചിട്ട് അവരുടെ വിചാരം കൈക്കകത്തിരിക്കുന്നെന്ന്. ഈ കൈ തുറന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് കൈക്കകത്തില്ല. ഇതുപോലുള്ള നിലയില പല ആളുകളും അവരുടെ ചിന്ത കൊണ്ട് വിചാരിക്കുന്നത് നമ്മളൊക്കെ ഏതോ പിടിക്കകത്ത് കിടക്കുന്നെന്നുള്ള നിലയിലാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു പിടിക്കകത്തും അല്ല കിടക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പുറത്തു വരാൻ പറ്റും.
നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ ഞാൻ ഇതിനകത്തങ്ങ് അകപ്പെട്ടു പോയെന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഒന്നിനകത്തും നിങ്ങൾ അകപ്പെട്ടു പോയിട്ടില്ല. നിങ്ങളെ ഇന്നും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയ ഉയർത്തെഴുന്നേൽക്ക യേശു ക്രിസ്തുവിന്റെ ശക്തി വ്യാപരിക്കുന്നത്. പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം വ്യാപരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒന്നിനും അകത്തും അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, ഒന്നിനകത്ത് അകപ്പെട്ടു പോയെന്ന് ചിന്തിച്ചാൽ പോലും പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ശക്തി. യേശുവിന്റെ നാമത്തിൽ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളതിന്റെ ആത്മീകമായിട്ടുള്ള അർത്ഥത്തിലേക്ക് ഇനി ഒന്ന് കടന്നു വരികയാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് നടന്ന് കഴിഞ്ഞ യേശു ക്രിസ്തു ഓരോരുത്തരെ വെളിപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഓരോരുത്തരുടെ മുൻപിൽ വെളിപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും? അതിനെ വായിപ്പിക്കാതെ ഞാൻ പറയുന്നതേ ഉള്ളൂ. കാണിക്കുന്നതിന്റെ കാരണം ഉയർത്തെഴുന്നേറ്റു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ യേശു ക്രിസ്തു ഓരോരുത്തരുടെ അരികിലേക്ക് പോയത്. ഉയർത്തെഴുന്നേറ്റു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ ഓരോരുത്തരുടെ അരികിലേക്ക് പോയത്. നമ്മുടെ അരികിലേക്ക് പലപ്പോഴും കർത്താവിന്റെ ആത്മാവ് വരുന്നത് ദൈവം സകലത്തെയും ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ രോഗത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത് ഞാൻ രോഗത്തെ ജയിച്ച കർത്താവെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രയാസങ്ങളിലോ ബുദ്ധിമുട്ടിലോ ആയിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുന്നത് ഞാൻ ലോകത്തെ ജയിച്ചു വന്ന കർത്താവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇന്നേ ദിവസം പകലിൽ ഇതിന്റെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുന്ന കർത്താവും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. സകലത്തെയും ജയിച്ച കർത്താവെന്ന് കാണിക്കാൻ വേണ്ടിയാ ഇന്നേ ദിവസം പകലിലും ഇതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചു നിൽക്കുന്നത്. പരാജയപ്പെട്ടു പോയെന്നുള്ള നിലയിൽ എല്ലാവരും വിലയിരുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ ഇന്നേ ദിവസം പകലിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിടുതൽ നടക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗിച്ച സമയത്ത് ഒരു പുതിയൊരു തുടക്കം എന്നുള്ള നിലയിൽ ആ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും സ്വന്തമായി വിശ്വസിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ മീറ്റിംഗ് കിട്ടിയ കാര്യം അത് വേറെ. അതിനകത്തുള്ള ഒരു തുടക്കം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള നിലയിൽ അത് അനുഭവിക്കാൻ പറ്റും. അതായത് അതിനകത്ത് ഒരു തുടക്കം, ശുശ്രൂഷയുടെ അകത്ത് അന്ന് വരെ കാണിച്ചു നിന്ന ധൈര്യത്തെക്കാൾ ഉപരിയായി ഒരു തുടക്കം ജീവിതത്തിനകത്തുണ്ടായി. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് വെളിപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്നേ ദിവസം പകലും ഈ വചനം പറയുമ്പോഴും ഞാൻ സ്വന്തമായി ആമേൻ പറയുന്നതിന്റെ കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലും വ്യാപരിച്ചുകൊണ്ടേയിരിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ഇന്നേ ദിവസം ഈ പകലിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള കർത്താവിന്റെ കാര്യം ഇങ്ങനെയാ പറയുന്നത്, എന്നോട് കൂടെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് പോലെ, കർത്താവിനോട് കൂടെ സ്നാനപ്പെട്ടതുപോലെ, ആ കർത്താവിനോട് കൂടെ ചേർന്ന് അത് വഹിച്ചുകൊണ്ട് മരിച്ച വ്യക്തികളെ പോലും അപ്രകാരം ജഡസ്വഭാവങ്ങളെ മരിപ്പിച്ച വ്യക്തി ആ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരും. ഇന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, കല്ലറയ്ക്കകത്തിരിക്കുന്നത് കൊണ്ടാണ്. കല്ലറയ്ക്കകത്തിരിക്കുന്നത് കൊണ്ടാണ്. കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തു വരണം. കല്ലറയ്ക്കകത്തിരിക്കുന്നവർക്ക് കാണുവാൻ കഴിയുന്നത് പോലെയല്ല കല്ലറയ്ക്ക് പുറത്തു വരുമ്പോൾ കാണാൻ കഴിയുന്നത്. കല്ലറയ്ക്കകത്തിരിക്കുന്നവർക്ക് ദർശിക്കാൻ കഴിയുന്നത് പോലെയല്ല കല്ലറയ്ക്ക് പുറത്തു വരുന്നവർ കാണുവാൻ കഴിയുന്നത്. ഇന്നേ ദിവസം കർത്താവ് ആ ഒരു നിലയിൽ വിടുതല ഈ സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, കല്ലറകൾക്കകത്തിരിക്കുന്നത് പോലെ ചില ബന്ധനങ്ങൾക്കകത്തിരിക്കുന്ന ആളുകൾ പുറത്തു വരണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ബന്ധനത്തിലായിരിക്കുന്ന ആളുകൾ പുറത്തു വരണം. കല്ലറകൾക്കകത്ത് ഒതുങ്ങിപ്പോയെന്നുള്ള നിലയിൽ വിലയിരുത്തി കാണപ്പെടുന്ന ആളുകളൊക്കെ പുറത്തു വരണം. കെട്ടുകളിലും ബന്ധനങ്ങളിലും ആയിപ്പോയി എന്നുള്ള നിലയിൽ നമ്മളൊക്കെ പല വിഷയത്തിനകത്തും അപ്രകാരം അങ്ങനെ അടിമത്വത്തിൽ വീണതുപോലെ ആയിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കല്ലറകൾ പൊട്ടിച്ച് പുറത്തു വരുന്നത് പോലെയുള്ള നിലയിൽ അത് എപ്രകാരമാണെങ്കിലും കല്ലറയ്ക്കകത്തിന് ഇരിക്കരുത്. എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചോട്ടെ.